ചാലക്കുടി ചന്തക്ക് പോകുമ്പോ എടാ രമേശ, ആ പീസായ ബൾബൊന്ന് മാറ്റിയിടാ. ആ തെക്കോട്ടുള്ള കമ്പി ഒന്ന് വലിച്ചു കിട്ടിക്കോ. ഇനി വേറെ ഒത്തിരി സ്ഥലങ്ങൾ പോകണ്ട. വേഗാവട്ടെ. വിജയ്. മെമ്പറെ എന്ത് പറ്റി? സാധാരണ ഇങ്ങോട്ട് പറഞ്ഞതെന്നല്ലല്ലോ, ഇലക്ഷൻ അടുത്തെന്ന് തോന്നുന്നു. അത് എന്റെ പൊടി തട്ടി ഇങ്ങോട്ട് വന്നത്. അതെന്താ വിജയ് എന്നെ നാക്കിയതുപോലെ? ഇലക്ഷൻ വന്നാലും വന്നില്ലെങ്കിലും എന്റെ മാറ്റം എപ്പോഴും കയറായിരിക്കും. അറിയാം നമുക്ക്. മെമ്പറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് മെമ്പർ കേട്ടേ പറ്റുള്ളൂ. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള എല്ലാ പോസ്റ്റിലെ ലൈറ്റും കത്തും. പക്ഷെ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന പോസ്റ്റിലെ ലൈറ്റ് മാത്രം കത്തൂല. ബിജു എല്ലാം ശരിയാക്കും. ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങാണ്. ഇത് കഴിഞ്ഞ നേരെ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ശരിയാവല്ലോ അല്ലേ? പിന്നെ അവിടെ നിൽക്കല് എല്ലാം ശരിയാക്കി. ബിജു രാവിലെ ഇറങ്ങിയടാ, ഇതുവരെയായിട്ട് ഒരു വക കഴിച്ചിട്ടില്ല. നമുക്ക് വരാണ്ട് കട്ടൻ അടിച്ചാലാ? എനിക്ക് വേണ്ട, ഞാൻ എല്ലാം കഴിച്ചിട്ടാ. വാടേ, ഞാൻ വിളിക്കല്ലേ. ശരി. ചായക്കട എത്തിയല്ലേ? വാ, 2 ചായ. നല്ല ചായ. നല്ല ചായ അല്ലേ? എന്താണ് സ്വന്തല്ലേ? പെൻഷനൊക്കെ കിട്ടാറുണ്ടാ? രാവിലെ ഇറങ്ങിയത്, ഇതുവരെയായിട്ട് ഒരു വക കഴിച്ചില്ല. ഇതാ ഇവിടുത്തെ പോസ്റ്റിലൊക്കെ ലൈറ്റുകളെല്ലാം കംപ്ലൈന്റ്, എല്ലാം റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇലക്ഷനൊക്കെ വരെയാണ്, ഗവനിക്കണം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട്. എല്ലാം നമ്മൾ ശരിയാക്കി തരും. ഓക്കെ. എടാ വിജയ്, ആ പൈസ ഒന്ന് കൊടുത്തേക്കേ, കുറച്ച് തിരക്കുണ്ട്. അപ്പോഴിന്നും ഓസാ എല്ലാം ശരിയായെങ്കിൽ മതിയായിരുന്നു. എന്റെ ദൈവമേ, മെമ്പറെ എന്തോന്ന് പണി മെമ്പറെ കാണിച്ചത്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച മാറിയിട്ട് പോയി ആ ബൾബുകൾ പകുതി കൂടുതലും 2 ദിവസം മുമ്പുള്ള മഴയത്ത് ഇടിവെട്ടിലെല്ലാം അടിച്ചു പോയി. നിങ്ങൾ ഈ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മെമ്പറെ. നീ എന്താ വിജയ് പറയുന്നത്? എല്ലാം കൂടിയ ബൾബല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാ ബൾബിലും ISI മുദ്രയുള്ള ബൾബുകളാണ്. ബെസ്റ്റ് ISI മുദ്രയല്ലേ? എന്റെ മെമ്പറെ, നിങ്ങൾ ഈ ISI മുദ്രയിൽ പിടിച്ചോണ്ടിരിക്കാതെ. ഈ ISI മുദ്ര എന്ന സാധനം ഇന്ത്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. ചിലപ്പോ നിങ്ങൾ ഈ ചൈനയുടെ ISI മുദ്രയുള്ള സാധനം ഒരിക്കലും വാങ്ങിച്ചോണ്ടിട്ടത് മനസ്സിലായില്ല. അതല്ലേ ഈ 2 മാസം കൂടുമ്പോ ഇത് അടിച്ചു പോണത്. അതൊക്കെ നോക്കി ഭാഗത്ത് വാങ്ങിക്കണ്ടേ നിങ്ങള്? അങ്ങനെ വരാൻ വഴിയില്ലല്ല. എല്ലാം ഞാൻ കൂടിയ ബൾബല്ലേ വാങ്ങിയിട്ട്. മണ്ടൻ. നിങ്ങളിത് ആരെ വിളിക്കണേ? ഞാന് അമേരിക്കയിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. അമേരിക്കയില? സാധാരണ തിരുവനന്തപുരത്ത് വിളിക്കുന്നതല്ലേ എല്ലാരും പറയുന്നത്. നിങ്ങളെന്ത് അമേരിക്ക വിളിക്കണേ? അതൊക്കെ പോയില്ലേ. ഇപ്പൊ നമ്മൾ നേരിട്ട് അമേരിക്കയിലേക്ക് വിളിച്ചത് കാര്യങ്ങൾ വിശദമായിട്ട് അറിയുന്നത്. ബെസ്റ്റ്. അപ്പോഴിത് ഇവിടെ ഒന്നും നിൽക്കൂല, കൈവിട്ട് പോയി. അടിപൊളി.